So welcome to our new video. So in this video we are going to discuss some more theory topics of module 1 DME 1 of semester 7. So what is static loading? So static loading refers to stationary force applied to a member. ഒരു മെമ്പറിൽ അപ്ലൈ ചെയ്യുന്ന സ്റ്റേഷനറി ആയിട്ടുള്ള ഫോഴ്സിനെ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ലോഡിങ്. സ്റ്റാറ്റിക് ലോഡിങ് ക്യാൻ പ്രൊഡ്യൂസ് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ? ടെൻഷൻ, കംപ്രഷൻ, ഷിയർ, ബെൻഡിങ്, ടോർഷൻ ഓർ കോമ്പിനേഷൻ ഓഫ് ദീസ്. അപ്പം നമ്മൾക്ക് ടെൻഷൻ എന്താണെന്ന് അറിയാം, ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി വരുന്ന നമുക്ക് പ്രോബ്ലം വെച്ചാൽ കമ്പൈൻഡ് ടെൻഷൻ, കംപ്രഷൻ, ഷിയർ, ബെൻഡിങ്, ടോർഷൻ പ്രോബ്ലംസ് ആണ് വരുന്നത്. സോ ലോഡ് കനോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം അനുസരിച്ച് ലോഡ് ചേഞ്ച് ചെയ്യാത്തതാണ് സ്റ്റാറ്റിക് ലോഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മോഡ്സ് ഓഫ് ഫെയിലുവർ. ദ മോഡ്സ് ഓഫ് ഫെയിലുവർ റിഫേഴ്സ് ടു എനി ആക്ഷൻ ദാറ്റ് കോസസ് ദ മെമ്പർ ഓഫ് മെഷീൻ ഓർ സ്ട്രക്ചർ ടു സീസ് ഫങ്ഷൻ സാറ്റിസ്ഫാക്ടറി ഓർ ചേഞ്ച് ഇൻ ദ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ മെറ്റീരിയൽ. അതായത് മോഡ്സ് ഓഫ് ഫെയിലുവർ എന്ന് പറയുമ്പോഴത്തേന് ദാറ്റ് ഈസ് എ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ദ കമ്പോണൻറ്റ് ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് പെർഫോമിങ് ഇൻ ദ ഇൻറ്റൻഡഡ് ഫങ്ഷൻ. ദാറ്റ് ഈസ് നമ്മളൊരു പാർട്ട് ഡിസൈൻ ചെയ്യുന്നത് ഒരു ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ പാർട്ട് ആ ഫങ്ഷൻ ചെയ്യാൻ കേപ്പബിൾ അല്ലെങ്കിൽ എന്ത് പറയാം, ദാറ്റ് അത് ഫെയിലിയർ ആയി നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. So factor of safety, the term is very important in the process of design. So the term factor of safety is applied to a factor used to evaluate the safeness of a member. So the factor of safety എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, മാക്സിമം സ്ട്രെസ് എ മെറ്റീരിയൽ ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഈസ് നോൺ ആസ് അൾട്ടിമേറ്റ് സ്ട്രെസ് അല്ലേ. അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്നാണ് നമ്മൾ പറയുന്നത്. സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് ടു വർക്കിംഗ് സ്ട്രെസ്. റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് ടു വർക്കിംഗ് സ്ട്രെസ്. വർക്കിംഗ് സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അൾട്ടിമേറ്റ് സ്ട്രെസ് വരെ ഉള്ള ഒരു ലോഡ് എടുക്കത്തില്ല, അതിൽ താഴെ ലോഡ് ആയിരിക്കും എടുക്കുന്നത്. കാരണം എന്താ, അൾട്ടിമേറ്റ് സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഫെയിലിയറാണ്. അപ്പോൾ ഫെയിലിയർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓൾവേസ് വി ടേക്ക് എ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡ് ബൈ വർക്കിംഗ് സ്ട്രെസ്. സോ we will keep the working stress below the ultimate stress so that the member will function without failure. Working stress is based on the yield point for ductile and the ultimate strength for brittle. വർക്കിംഗ് സ്ട്രെസ് നമ്മൾ ഏത് പോയിന്റിനെ ബേസ് ചെയ്താണ് എടുക്കുന്നത്? ഡക്ടൈൽ മെറ്റീരിയൽസിന് ഈൽഡ് പോയിന്റിനെ ബേസ് ചെയ്തും പിന്നെ ബ്രിട്ടിൽ മെറ്റീരിയൽസിന് അൾട്ടിമേറ്റ് സ്ട്രെങ്തിനെ ബേസ് ചെയ്തുമാണ്. സോ ഫോർ ഡക്ടൈൽ മെറ്റീരിയൽ the factor of safety is equal to yield stress divided by working stress, and for brittle material the factor of safety is equal to ultimate stress divided by yield stress. So in page number 477 appendix 3 നമുക്ക് എടുക്കാം. ഡേറ്റ ബുക്ക് എല്ലാവരും എടുത്തു നോക്കാം. പേജ് നമ്പർ 477 അപ്പൻഡിക്സ് 3-ക്കകത്ത് ഈ സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പൻഡിക്സ് 3-ക്കകത്ത് നോക്കിയേ, ഉണ്ടാവും ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്താണ്, എത്രയാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി എടുക്കേണ്ടത്. ഓരോ സ്റ്റഡി ലോഡെന്ന് പറയുമ്പോൾ കാസ്റ്റ് അയൺ, സ്റ്റീൽ, ടിമ്പർ അല്ലെങ്കിൽ റോഡ് അയൺ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് മെറ്റീരിയലാണ് ക്വസ്റ്റ്യൻ തരുന്നത്, അത് ഈ ക്വസ്റ്റ്യൻ തരുന്നതിനനുസരിച്ച് ചെയ്യേണ്ട ഈ കിടക്കുന്ന ഫാക്ടർ ഓഫ് സേഫ്റ്റി നമുക്ക് ഓരോന്നും എടുക്കാം. മനസ്സിലായില്ലേ? ഓക്കെ, നോക്കി വെക്കുക. ഫാക്ടർ ഓഫ് സേഫ്റ്റി എവിടെയാണ് കിടക്കുന്നത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വൺ ഈസ്, അപ്പോൾ നമ്മൾ ബ്രിട്ടിൽ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ഈൽഡ് സ്ട്രെങ്ത് ആയിരിക്കും ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ബ്രിട്ടിൽ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആയിരിക്കും. ഡക്ടൈൽ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ഈൽഡ് സ്ട്രെങ്ത് ആയിരിക്കും. സൈക്ലിക് ലോഡിംഗ് ആണെങ്കിൽ, അതായത് സൈക്ലിക് ലോഡിംഗ് വരുന്നത് ഇവിടെ ഫാറ്റീഗിനകത്താണ്. സൈക്ലിക് ലോഡിംഗ് ആണെങ്കിൽ നമ്മൾ എൻഡൂറൻസ് ലിമിറ്റ് ആയിരിക്കും ഫാക്ടർ ഓഫ് സേഫ്റ്റിക്ക് കാൽക്കുലേഷന് വേണ്ടി എടുക്കുന്നത്. അൾട്ടിമേറ്റ് സ്ട്രെസ് എന്താണെന്നൊക്കെ ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. മാക്സിമം സ്ട്രെസ് മെറ്റീരിയൽ ഈസ് സബ്ജക്റ്റഡ് to during a test. Working stress or design or allowable or apply stress sigma d എന്ന് വെച്ചാൽ maximum safe stress that a material can carry under a given loading. അതായത് നമ്മളൊരു വർക്കിംഗ് കണ്ടീഷനിൽ മാക്സിമം കൊടുക്കാവുന്ന സ്ട്രെസ് എത്രയാണോ അതാണ് വർക്കിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ അലോവബിൾ സ്ട്രെസ്. സോ ഹയർ ദ വാല്യൂ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇൻക്രീസ് ഡയമെൻഷൻ, വോളിയം, മെറ്റീരിയൽ ആൻഡ് കോസ്റ്റ്. അതായത് നമ്മൾ വിചാരിക്കും എന്നാൽ കുറച്ചേറെ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വിചാരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വിചാരിച്ച് എന്ത് സംഭവിക്കും, കൂടുതൽ മെറ്റീരിയൽ ഉപയോഗിക്കേണ്ടി വരും. കൂടുതൽ മെറ്റീരിയൽ ഉപയോഗിച്ച് എന്ത് സംഭവിക്കും,
കൂടുതൽ വോളിയം ആവും. കൂടുതൽ വോളിയം വരുമ്പോൾ അവിടുത്തെ മാസ് കൂടും, അതുപോലെ തന്നെ കോസ്റ്റ് കൂടും, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ഫാക്ടർ ഓഫ് സേഫ്റ്റി സെലക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ആപ്റ്റ് ഫോർ ദി ഫങ്ഷൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി സെലക്ട് ചെയ്യുന്നത്? അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഇത് നമുക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നുള്ളൂ. നേച്ചർ ഓഫ് മെറ്റീരിയൽ, നേച്ചർ ഓഫ് ലോഡിംഗ്, ടൈപ്പ് ഓഫ് സ്ട്രെസ്, മോഡ് ഓഫ് ഫെയിലിയർ, ലോക്കൽ സ്ട്രെസ് ഓർ സ്ട്രെസ് കോൺസെൻട്രേഷൻ, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, റിലയബിലിറ്റി, പ്രീവിയസ് ഹിസ്റ്ററി, വർക്ക്മാൻഷിപ്പ്, കോസ്റ്റ് ഓഫ് കമ്പോണൻറ്റ്, ഹ്യൂമൻ സേഫ്റ്റി ആൻഡ് എക്കോണമി. സോ ഇതിനകത്ത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. നമ്മുടെ ബുദ്ധിക്ക് നമ്മുടെ ലോജിക്കിന് ചേർന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇടാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മെറ്റീരിയൽ ഒരുപാട് യൂസ് ചെയ്യേണ്ടി വരും. ആ മെറ്റീരിയൽ ഒരുപാട് യൂസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കോസ്റ്റ് കൂടും, അതിൻ്റെ മാസ് കൂടും. അപ്പം നമുക്ക് എന്ത് പഠിക്കണം? അതിൽ തന്നെ ഒപ്റ്റിമം ഫാക്ടർ ഓഫ് സേഫ്റ്റി എടുക്കണം. പക്ഷേ ആ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റിയിൽ നമ്മുടെ സ്ട്രെസ് വിസ്റ്റാൻഡ് ചെയ്യണം, പിന്നെ റിലയബിലിറ്റി ഉണ്ടായിരിക്കണം, വർക്ക്മാൻഷിപ്പ്, കോസ്റ്റ്, സേഫ്റ്റി, അങ്ങനെ എല്ലാം അത് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് കുറച്ച് നമുക്ക് ഫാക്ടേഴ്സ് നമുക്ക് എഴുതാം. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് വായിച്ച് നോക്കി എഴുതുക, നമുക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഡയറക്റ്റ് സ്ട്രെസ് നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ട്. ഡയറക്റ്റ് സ്ട്രെസ് നമ്മുടെ ടെൻസൈൽ ഒരു കംപ്രസീവ് വരും. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കേട്ടോ, സിഗ്മ ഇസിക്കൽ പ്ലസ് ഓർ മൈനസ് എഫ് ബൈ എ, അത് പേജ് നമ്പർ 2 കിടക്കുന്നത്. സോ അത് നിങ്ങൾക്ക് നോക്കാം. പിന്നെ ഷിയർ സ്ട്രെസ്സിൻ്റെ കാര്യം പറഞ്ഞതാണ്, അത് രണ്ടും ഡയറക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇനി വരുന്ന പ്രോബ്ലംസിനകത്ത് വരുമ്പോഴത്തേന് ഈ ഒരു സ്ട്രെസ്സസിൻ്റെ ഒരു കോമ്പിനേഷൻസിലുള്ള പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ്? ഡയറക്റ്റ് സ്ട്രെസ് വരാം, ഡയറക്റ്റ് ഷിയർ സ്ട്രെസ് വരാം, പിന്നെ ബെൻഡിങ് സ്ട്രെസ് വരാം, ടോർഷന് വരാം. അപ്പോൾ ഇതിൻ്റെ ചിലപ്പോൾ രണ്ടെണ്ണം വരും, ബെൻഡിങ്ങും ഡയറക്റ്റും വരും, അല്ലെങ്കിൽ ഡയറക്റ്റും ടോർഷനും വരും, അല്ലെങ്കിൽ ബെൻഡിങ് ടോർഷനും ഡയറക്റ്റും തരും. ഇതിന്റെ പല പല കോമ്പിനേഷനിലുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അതാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടത്. ബെൻഡിങ് സ്ട്രെസ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെക്കാനിക്കൽ സോളിഡ്സിനകത്ത് പഠിച്ചാണ്. ബെൻഡിങ് സ്ട്രെസ് ഈക്വൽ ടു ബെൻഡിങ് ഇക്വേഷൻ ഉണ്ട് അല്ലേ? ബെൻഡിങ് ഇക്വേഷൻ അത് സിമ്പിളാണ്. അത് നമ്മുടെ പേജ് നമ്പർ ഡേറ്റ ബുക്ക് എടുക്കുക. ഡേറ്റ ബുക്കിനകത്ത് പേജ് നമ്പർ 3 എടുക്കുക. പേജ് നമ്പർ 3 ഇവിടെ കിടപ്പുണ്ട് കണ്ടോ? പേജ് നമ്പർ 3 എം ബൈ ഐ ഈക്വൽ ടു ഇ ബൈ ആർ ഈക്വൽ ടു സിഗ്മ ബൈ സി. അതെന്താ നമുക്കറിയാം അല്ലേ? ആ സംഭവങ്ങൾ എടുത്ത് നോക്കുക. അപ്പോൾ അതിനകത്ത് ഓരോ ടേമും എന്താണ്? ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്കറിയാം. ഐ എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും? ഐ കാണാതെ പഠിക്കണോ? ഐ കാണാതെ പഠിക്കണോ പിള്ളേരെ എന്ന് പറഞ്ഞേ. ആണ്ടേ ഐ ഇവിടെ കിടപ്പുണ്ട് കണ്ടോ? മാസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓരോ ഏത് ഷേപ്പാന്ന് നോക്കിയിട്ട് ഐ എവിടെ നിന്ന് എടുക്കാം. പിന്നെ അടുത്ത ടേം എന്താണ്? ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ യങ്സ് മോഡുലസ്, 6 റേഡിയസ് ഓഫ് കർവ് വെച്ചിട്ട്. സിഗ്മ ബെൻഡിങ് സ്ട്രെസ്, സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂട്രൽ ആക്സിസ്. അത് നമുക്ക് ഇതിനകത്തു തന്നെ കിട്ടും. ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂട്രൽ ആക്സിസ് കണ്ടോ? ഇവിടെ കിടപ്പുണ്ട്. ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂട്രൽ ആക്സിസ് ഇവിടെ കിടപ്പുണ്ട്. പേജ് നമ്പർ ഏതാന്ന് നോക്കി. പേജ് നമ്പർ 12 ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഡേറ്റ ബുക്കിൽ നിന്ന് കിട്ടും. ഇനി നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ബെൻഡിങ് സ്ട്രെസ്സിന് വേറൊരു ഫോർമുല കൂടെയുണ്ട്. ആ ഫോർമുല നമ്മുടെ ഡേറ്റ ബുക്കിൽ പേജ് നമ്പർ 2 കിടക്കുന്നത്. ഇതുണ്ട്, ഈ കിടക്കുന്ന ഈ ഫോർമുലയാണ്. സിഗ്മ ബി ഇസിക്കൽ ടു എം സി ബൈ ഐ ഇസിക്കൽ ടു എം ബൈ ഇസഡ് ഇസിക്കൽ ടു. ആ ഒരു ഫോർമുല നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യം വരും. അതും നമ്മൾ നോക്കി വെക്കുക. ഓക്കെ. പിന്നെ ഇത് നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെയും അതിൻ്റെ ഷിയറിൻ്റെ ഒക്കെ ഇക്വേഷൻസ് ആണ് കിടക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അല്ലെങ്കിൽ പ്രോബ്ലത്തിനകത്ത് വരുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നതായിരിക്കും. ജസ്റ്റ് നമുക്കിത് പ്രോബ്ലത്തിലോട്ട് വരുമ്പോൾ നമുക്ക് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ആണിത്. അടുത്ത് നമ്മൾ ടോർഷൻ സിസ്റ്റം നമുക്കറിയാം. ടോർഷൻ ഇക്വേഷൻ കാര്യം നമ്മൾ ഡൈനാമിക്സ് ഓഫ് മെഷീനറിക്കകത്ത് പഠിച്ചതാണ്. ടോർഷൻ ഇക്വേഷൻ അതും നമ്മുടെ പേജ് നമ്പർ 3 തന്നെയാണ്. പേജ് നമ്പർ 3 ടി ബൈ ജെ സിക്കൽ ടു ജി തീറ്റ ബൈ എൽ ഈക്വൽ ടു ടോം ബെറി. ഒരു ഇക്വേഷൻ പോലും നിങ്ങൾ പഠിക്കണ്ട. എന്ത് എളുപ്പമാണല്ലേ? ഇക്വേഷൻസ് ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് നോക്കി എഴുതിയാൽ മതി. പക്ഷേ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളൊന്നും അല്ല. ഈ നോക്കി എഴുതണമെങ്കിൽ ഒരു സ്കില്ല് വേണം. അതാണ് ഇതിനകത്ത് വേണ്ടത്. എവിടെ കിടക്കുന്നു, എങ്ങനെ കിടക്കുന്നു നമ്മൾ കണ്ടുപിടിച്ച് എഴുതണമെങ്കിൽ അതൊരു സ്കില്ല് വേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ടി നമുക്ക് അറിയാം. ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വിസ്റ്റിംഗ് ആണ്, ട്വിസ്റ്റിംഗ് ടോർക്കാണ്. 6 റേഡിയസ് ഓഫ് ഷാഫ്റ്റ് ആണ്. ജെ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. ഈ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒക്കെ എവിടെ നിന്ന് കിട്ടും? പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യക്ക് ഇതിനകത്ത് കിടപ്പുണ്ട്. വേണ്ട
വേണ്ടേ ഉണ്ടോ? പേജ് നമ്പർ 14 കണ്ടോ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് കിടപ്പുണ്ട്. അത് നിങ്ങൾ ആ ഏത് ഷേപ്പാണോ വരുന്നത് ആ ഷേപ്പിനെ നോക്കി എടുത്താൽ മതി. അപ്പം ഈ വീഡിയോ കാണുമ്പോൾ ആ ഡേറ്റാ ബുക്കും കൂടെ കൊണ്ട് അപ്പം നമുക്ക് മനസ്സിലാവും എവിടെയാണ് കിടക്കുന്നതെന്ന്. അങ്ങനെ നമുക്ക് എടുക്കാം. പിന്നെന്ന് വെച്ചാൽ ടോർക്കിൻ്റെ വേറൊരു ഫോമിലുണ്ട്. ടോർക്കിൻ്റെ വേറൊരു ഫോമിൽ അത് T=9.5 ഉണ്ട്. അത് നമ്മുടെ പേജ് നമ്പർ 50 കിടക്കുന്നത്. അതെന്താണ് 50 പോകുന്നത് പെട്ടെന്നൊരു നിങ്ങൾക്ക് ഡൗട്ട് വന്ന് കാണും. അപ്പോൾ പേജ് നമ്പർ 50 എന്ന് പറയുമ്പോൾ നമ്മുടെ ഷാഫ്റ്റിൻ്റെ സംഭവത്തിലാണ് വരുന്നത്. പക്ഷെ അവിടെ ആയതുകൊണ്ട് നമുക്കത് എടുക്കണം. അതായത് ഞാൻ കിടപ്പുണ്ട് 59.5 ഇൻറ്റു കിടപ്പുണ്ട് ടോർക്കിൻ്റെ പേജ് നമ്പർ 50. ഡിസൈൻ ഓഫ് ഷാഫ്റ്റ് സെക്ഷനകത്താണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് ഷാഫ്റ്റിന് ഡിസൈൻ പഠിക്കുമ്പോൾ പിന്നെ നമുക്ക് എടുക്കേണ്ട ഒരു ഇക്വേഷനാണ്. ഈ ഇക്വേഷനാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇതും നമുക്ക് ചിലപ്പോൾ സമയത്ത് പ്രോബ്ലത്തിനകത്ത് ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ്, ആ ടോർക്ക് കൊടുക്കുമ്പോൾ ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് അതും ആ സാധനത്തിനകത്ത് തന്നെയാണ് പേജ് നമ്പർ 50 ഈ ഒരു സെക്ഷൻ കിടപ്പുണ്ട്. ഈ ടോ TC/J 16T/πd3. ഇതിനകത്ത് ഡി ക്യൂബ് എന്ന് പറയുന്ന വാല്യൂ പ്രത്യേകം എടുത്ത് കഴിയുമ്പോൾ ആ D √16T/π എന്ന് കിട്ടും. പിന്നെ വാല്യൂ ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ, പിന്നെ സ്റ്റാൻഡേർഡ് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് അത് എവിടെ നിന്ന് കിട്ടും അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയോ പറഞ്ഞായിരുന്നു. 57-ാമത്തെ പേജ് കണ്ടോ? 57-ാമത്തെ പേജില സ്റ്റാൻഡേർഡ് ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ്, അതായത് 6, 8 നമ്മുടെ സ്റ്റാൻഡേർഡ്സ് ആൻഡ് കോഡ്സ് പഠിച്ചപ്പം പറഞ്ഞായിരുന്നു. 6, 8, 10, 12. ഇപ്പം എക്സാമ്പിൾ നമുക്ക് കിട്ടുന്ന ആൻസർ 238 ഇരിക്കട്ടെ. 238 എന്ന് പറയുമ്പോൾ 220-നെക്കാട്ടും വലുതാ, 240-നെക്കാട്ടിലും ചെറുതാണ്. അപ്പോൾ 220 എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ 238 ഇല്ല. അപ്പോൾ നമ്മൾ ഏത് എടുക്കാൻ പറ്റും? 240 നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് കിട്ടുന്ന ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നോക്കിയിട്ട് സ്റ്റാൻഡേർഡ് ഡയമീറ്റർ നോക്കി എഴുതണം. ഓക്കെ, അതിനൊക്കെ മാർക്സ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ തിയറി പോർഷനിൽ പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെ സ്ട്രെസ് ഉണ്ട്? ഡയറക്റ്റ് ആക്സിയൽ ഉണ്ട്, ഡയറക്റ്റ് ഷിയർ ഉണ്ട്, ബെൻഡിങ് ഉണ്ട്, ടോർഷനുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പ്രോബ്ലത്തിനകത്ത് ഒന്നെങ്കിൽ ഡയറക്റ്റ് ഷിയർ മാത്രം വരും, അല്ലെങ്കിൽ ഡയറക്റ്റ് ബെൻഡിങ് മാത്രം വരും, അല്ലെങ്കിൽ ഡയറക്റ്റ് ബെൻഡിങ് അതല്ല, ഒന്നെങ്കിൽ ഡയറക്റ്റ് ഷിയർ മാത്രം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആക്സിയലിൻ്റെ ബെൻഡിങ് ഒരു കോമ്പിനേഷൻ വരും, അല്ലെങ്കിൽ ഡയറക്റ്റ് സ്ട്രെസ്സിൻ്റെയും പിന്നെ ടോർഷൻ്റെ ഒരു കോമ്പിനേഷൻ വരും, അല്ലെങ്കിൽ ടോർഷൻ്റെയും ഡയറക്റ്റ് ബെൻഡിങ്, ഇത് മൂന്നും കൂടെ വരും. അപ്പോൾ ഇത് നമുക്ക് 3 ടൈപ്പും പഠിക്കണം. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. അത് നമുക്ക് പ്രോബ്ലംസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.